നമസ്കാരം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു വളരെ അപൂർവമായ ഒരു രോഗത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. നമ്മളിൽ പലർക്കും പല സമയങ്ങളിലായിട്ട് എന്തെങ്കിലും സാധാരണ നമ്മൾ കഴിക്കുന്നത് പോലെ അല്ലാത്ത സാധനങ്ങൾ നമ്മൾ അറിയാതെയാണെങ്കിൽ എടുത്ത് വായിലിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാം. അങ്ങനെ കഴിഞ്ഞ 3-4 വർഷമായിട്ട് സ്വന്തം തലയിൽ നിന്നുള്ള മുടി കഴിച്ചുകൊണ്ടിരുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ഒരു 15 വയസ്സുകാരി ഒരു പെൺകുട്ടി. കഴിഞ്ഞ 3-4 വർഷമായിട്ട് അവൾ ആ മുടി തിന്നുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഈ അടുത്ത് എൻ്റെ അടുത്ത് ആ കുട്ടി വന്നത്, ഡോക്ടറെ നല്ല വയറുവേദനയുണ്ട്, ഛർദിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സാധാരണഗതിയിൽ വയറുവേദനയുടെ മരുന്നൊക്കെ കൊടുത്ത് വിടാറാണ് പതിവ്. പക്ഷേ ഈ കുട്ടിയിൽ എന്തോ ഒരു അസാധാരണത്വം തോന്നിയത് കൊണ്ട് ഞാൻ ഇവളെ നേരെ ഒരു സ്കാനിങ്ങിന് വിടുകയായിരുന്നു. സ്കാനിങ്ങിന് വിട്ടപ്പോൾ എനിക്കതിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്, കുട്ടിയുടെ വയറ്റിനകത്ത് എന്തോ ഒരു വസ്തുവുണ്ട്. അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് തുടർ പരിശോധനകൾ നടത്തി നോക്കണം എന്നുള്ള റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ അതിനനുസരിച്ച് ഇവളുടെ അൾട്രാസൗണ്ടിന് പകരം ഞാനൊരു CT ചെയ്ത് നോക്കി. CT ചെയ്തപ്പോഴും ഇവളുടെ ആമാശയത്തിനുള്ളിൽ നിന്ന് ചെറുകുടലിലേക്ക് വ്യാപിക്കുന്ന എന്തോ ഒരു വസ്തു ഉണ്ട് എന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. അങ്ങനെ ഈ കുട്ടിയെ ഞാൻ എൻഡോസ്കോപ്പിക്ക് വിധേയയാക്കി. അപ്പോൾ കണ്ട കാഴ്ച, എൻഡോസ്കോപ്പിയിൽ വയറ്റിനുള്ളിൽ കയറി നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഇവളുടെ ആമാശയത്തിൽ നിറയെ മുടിയുടെ വലിയ ഒരു കട്ട ഇരിക്കുക. ആ എൻഡോസ്കോപ്പി വയറ്റിൽ നിന്ന് വീണ്ടും താഴേക്ക് പോയപ്പോൾ ഈ മുടിയുടെ വലിയ ഒരു കട്ട ആമാശയം തിങ്ങി നിറഞ്ഞ് ചെറുകുടലിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് വളരെ അപൂർവമായ ട്രൈക്കോബസോവാർ എന്ന് പറയുന്ന ഒരു രോഗമാണ്. സാധാരണയായി കാണാറില്ല, വളരെ അസാധാരണമായി മാത്രം കണ്ടുവരുന്ന ഈ മുടി തുടങ്ങിയ വസ്തുക്കൾ തിന്നുന്ന മനുഷ്യരിൽ കണ്ടുവരുന്ന ഒരു രോഗം. സാധാരണഗതിയിൽ ഇത് വയറ്റിനുള്ളിൽ ആകുമ്പോഴേക്ക് തന്നെ രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ആ രോഗി ഡോക്ടറുടെ അടുത്ത് എത്താറാണ് പതിവ്. പക്ഷേ ഇത് കഴിഞ്ഞ 4 വർഷമായിട്ട് ഇങ്ങനെ മുടി തിന്ന് ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ കുട്ടിക്ക് വളരെ അടുത്താണ് ഇങ്ങനെ രോഗലക്ഷണങ്ങളുണ്ടായതും ഈ കുട്ടി എന്നെ കാണാൻ വന്നതും. അങ്ങനെ എൻഡോസ്കോപ്പിയിൽ നിന്ന് ഈ കുട്ടിക്ക് ട്രൈക്കോബസോവാർ അല്ലെങ്കിൽ ഈ മുടിച്ചുരുൾ എന്ന് പറയുന്ന രോഗം ആണെന്ന് മനസ്സിലാവുകയും ഈ കുട്ടിയെ ഞാൻ ഓപ്പറേഷന് വിധേയനാക്കുകയും ചെയ്തു. അങ്ങനെ ഈ കുട്ടിയെ കീഹോൾ സർജറിയുടെ സഹായത്തോടു കൂടി ഈ കുട്ടിയുടെ വയറ് തുറന്ന് ആമാശയം തുറന്ന് അതിനുള്ളിൽ നിന്നും ഈ മുടിയുടെ വലിയ ആ കട്ട പുറത്തെടുക്കുകയുണ്ടായി. ലാപ്രോസ്കോപ്പിയുടെ സഹായത്തോടുകൂടി ചെയ്തതുകൊണ്ടാകാം ഈ കുട്ടിയുടെ വയറിൻ്റെ പുറത്ത് ആകെ 4-5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു മുറിവ് മാത്രമേ ഉള്ളൂ. ഈ കുട്ടിയുടെ വയറ്റിൽ നിന്നും പുറത്തെടുത്ത ആ വസ്തു നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഇതിന് 90-91 സെൻറ്റിമീറ്ററോളം നീളമുണ്ട്. കേരളത്തിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും നീളം കൂടിയ ട്രൈക്കോബസോവാർ അല്ലെങ്കിൽ മുടിച്ചുരുൾ എന്ന രോഗാവസ്ഥ, വയറ്റിൽ നിന്നും പുറത്തെടുത്ത ആ വസ്തുവാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിനെയാണ് ട്രൈക്കോബസോവാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് മുടി തിന്നുന്ന ആളുകൾ നിങ്ങൾക്ക് പരിചയക്കാരുണ്ടെങ്കിൽ, അറിയാവുന്നവരുണ്ടെങ്കിൽ അവരോട് ഒരു ഡോക്ടറെ കാണാൻ പറയുക. ഈ ഒരു കഥയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതൊരു രോഗാവസ്ഥയാണ്, കൃത്യമായ ചികിത്സ അതിനാവശ്യവുമാണ്. നന്ദി.